ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൻ്റെ ഉത്സവമാട്ടോ, മകരച്ചുവ മഹോത്സവം. മകരത്തിലെ ഫസ്റ്റത്തെ ചൊവ്വാഴ്ചയാണ് ഈ ഉത്സവം നടക്കുക. അതിൻ്റെ നോട്ടീസാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. തിങ്കളും ചൊവ്വയായിട്ടോ പരിപാടി നടക്കാൻ പോണത്. അപ്പോൾ അത് ഞായറാഴ്ച രാത്രിക്കത്താണ് പരിപാടിയാണ് ഈ കാണുന്നത്. മുറ്റൊക്കെ തേച്ച് മിനുക്കി ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഏട്ടന്മാർ ചാണം തേക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏട്ടന്മാരെല്ലാവരും ഉണ്ട്. അവർ തോരണമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഓലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. പിന്നെ നാളെയാണ് പരിപാടി. നാളെ വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം ആണ് പരിപാടി തുടങ്ങുക. അത് ചൊവ്വാഴ്ച രാത്രി വരെ നിൽക്കണതാണ്. ചൊവ്വാഴ്ച കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതാ തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമത്തോട് കൂട്ടാണ് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ഒരു 5:30 സമയത്ത് ഗണപതി ഹോമം നടന്നു. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭഗവതി, കരിങ്കുട്ടി, ഗുരുമുത്തപ്പൻ, മലബാർ ദൈവങ്ങൾ, പിന്നെ നാഗരാജാവ് സങ്കല്പാട്ടോ. കഴിഞ്ഞ വട്ടത്തെ ഉത്സവത്തിന് ഏട്ടന്മാർ രണ്ടാളും കൂടി നടന്നാട്ടോ. ഇപ്രാവശ്യത്തെ ഉത്സവമാകുമ്പോഴത്തേന് കരിങ്കുട്ടിക്ക് മുടിങ്കോലും കൊടുക്കാമെന്ന്. അത് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ തന്നെ അവർ രണ്ടാളും കൂട്ട് അത് അമ്പലത്തിൽ ഏൽപ്പിച്ചു. അവർ രണ്ടാളും തന്നെ അത് സമർപ്പിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന്മാർ ഇതെല്ലാവരും ചോറ് വിളമ്പേണ്ട തിരക്കിലൊക്കെയാണ്. പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ, സാമ്പാറും ചോറും പായസം പിന്നെ പരിപ്പ് പായസം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്കാണെങ്കിലും മേമക്കാണെങ്കിലും പരിപ്പ് വിട്ടിട്ടുള്ള പരിപാടിയില്ല. എന്ത് പരിപാടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും പരിപ്പ് പായസം അത് മസ്റ്റാണ് ഞങ്ങൾക്ക് കേട്ടോ. ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാട്ടോ മേമയും ചതച്ചനും വന്നത്. മേമയും ചതച്ചനും കൊടുങ്ങല്ലൂർക്ക് ഇന്നലെ പോയതായിരുന്നു. അവരെ വക വാളും ചെലമ്പും ഭഗവതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൂജിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂട്ട് പുലർച്ചെ പോയതാട്ടോ. അങ്ങനെ എന്താ വീട്ടിലെത്തി ചന്തച്ചൻ തന്നെ വാളും ചെലമ്പും ചാർത്തി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 4 മണി 4:30 ആയപ്പോൾ ഞങ്ങളെ കർമ്മത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കളൊക്കെ വരച്ചിട്ട് അതിൽ കർമ്മം കൊടുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ഇത് ഒരു 7 മണി 7:30 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 6-6:30 7 മണിയൊക്കെ ആവട്ടോ അവസാനിക്കാനും രാവിലെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടിയായി. ഇതിൽ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇതിങ്ങനെ ചെയ്യുന്ന വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം ഞങ്ങൾക്കുള്ളത് കലങ്കരി കേട്ടോ. അത് വൈകുന്നേരം ഒരു 3 മണി 3:30 തുടങ്ങും കേട്ടോ. വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും കലങ്കരി ഇടാം കേട്ടോ. മുൻകൂട്ടി പറയണം എന്നുള്ളൂ കല്ലൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഭഗവതിക്ക് 3 അടുപ്പാട്ടോ കലങ്കരിക്കുള്ളത്. വെള്ള, മഞ്ഞ, ശർക്കര അങ്ങനെ 3 എണ്ണം വേണം. ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയണ പോലെയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ഭഗവതിൻ്റെ 3 കലങ്ങളും ഒരുമിച്ചിട്ട് കേട്ടോ തിളച്ച് പൊന്നിയത്. എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമായി. അങ്ങനെ കലങ്കരൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ഒരു ആട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ടീംസ് മൊത്തം ഇവിടെ അകത്തുണ്ട് കേട്ടോ. അമ്മ, മേമ്മ, ചേച്ചിമാർ, അനിയത്തിമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം ഇനി ഫുഡ് കഴിക്കാനും ഡ്രസ്സ് മാറ്റാനും ഇനി ഞങ്ങളുടെ വീട്ടിലത്തെ പരിപാടി കഴിഞ്ഞ് ഇനി വെച്ച് കൊടുക്കലാണ്. അതിൽ കോഴീനൊക്കെ അറുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് വെച്ച് പൂജ അങ്ങനത്തെ പരിപാടീസ് ഉള്ളത് കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും സൈഡായിരിക്കണം കേട്ടോ. അപ്പോൾ അതാ കുറേ ആൾക്കാർ വെള്ളം കുടിക്കണു വാങ്ങുന്നു. ഇതെൻ്റെ ചേച്ചീൻ്റെ മക്കളും മേമ്മയുടെ മോന് പിന്നെ എൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരിതാ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. മേമ അത് എല്ലാവർക്കും വേണ്ടി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. 2 ദിവസത്തെ പരിപാടി ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് നല്ല പരിപാടിയായിരുന്നു കേട്ടോ. നല്ല പരിപാടി ഞങ്ങൾ പ്രതീക്ഷനെക്കാട്ടി നന്നായിട്ട് ഉഷാറായി. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്ത് സന്തോഷമാവുകയും ചെയ്ത്. ഇനി അടുത്തത് ഗുരുതി ആയിട്ടുള്ളത്. ഗുരുതിക്കുള്ള കളവും കാര്യങ്ങളൊക്കെ അവിടെ ഉമ്മർത്ത് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭഗവതിനെയും കരിങ്കുട്ടി മലബാർ ദൈവങ്ങളെയൊക്കെ അണിഞ്ഞൊരുക്കിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ അമ്പലം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, സ്വാമിമുറിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഭഗവതിയും കരിങ്കുട്ടിയും ഗുരുമുത്തപ്പൻ മലബാർ ദൈവങ്ങൾ. അപ്പോൾ ഗുരുതിക്കുള്ള കളം കാര്യങ്ങളൊക്കെ അവിടെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രാവശ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു 7 ദിവസം നട അടച്ചിടും. അത് കഴിഞ്ഞിട്ട് 7-ാം പൂജയ്ക്ക് തുറക്കും. പിന്നെ എന്നും വിളക്കൊളുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ബഹളാട്ടോ. അതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ടീംസ് മൊത്തം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.